നമസ്കാരം. ന്യൂസ് ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാം ഏറെ ചിരിപ്പിച്ച കലാഭവൻ നവാസ് മലയാള സിനിമാ ലോകത്തിനും മലയാള സിനിമ ആസ്വാദകർക്കും ഏറെ ദുഃഖം നൽകിക്കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇത് നവാസിൻ്റെ മാത്രം കാര്യമല്ല. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒട്ടനേകം ആളുകൾ 50 വയസ്സ് 45 വയസ്സ് അല്ലെങ്കിൽ ആ 50 വയസ്സൊരു കാലയളവുള്ള അല്ലെങ്കിൽ 50 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരുപാട് ആളുകൾ ഇന്ന് മരണപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല യുവാക്കളും ഇന്ന് പെട്ടെന്നുള്ള മരണത്തിന് കീഴടങ്ങുന്നു. ഒരു ആശുപത്രിയിൽ പോലും പോകാൻ സാധിക്കാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അത് ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. പല രാജ്യത്തും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം ആളുകൾ മരണപ്പെടുന്നതിനെ കുറിച്ച് ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ മരണപ്പെടുന്ന പല ആളുകളും പെട്ടെന്ന് തലയിൽ രക്തം കട്ട പിടിച്ചോ അല്ലെങ്കിൽ ഹൃദയാഘാതമോ ഒക്കെയാണ് ഈ മരണത്തിനൊരു കാരണമായിട്ട് കാണുന്നത്. അതിന് മുകളിൽ പ്രായമുള്ള പല ആളുകളുടെയും മരണം ഇത്രയും വേദനിപ്പിക്കാറില്ല. അവരുടെ പ്രായമായി എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഹൃദയാഘാതവും കുഴഞ്ഞു വീണു മരണവും തലച്ചോറിൽ രക്തം കട്ടപിടിക്കലും എല്ലാം വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം കൊറോണ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചിലർ അതിൽ കൂടുതലും ഒക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ആളുകളാണ്. അതിനുശേഷമാണ് പലർക്കും ഈ ഒരു രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ചില ആളുകൾ മാത്രമാണ് അത്ഭുതകരമായി ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കേരള സമൂഹമെങ്കിലും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ട് പോലും നമ്മുടെ ഗവൺമെന്റുകൾ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്നുള്ളതാണ് ദുഃഖകരം. ഈ ഒരു മരണത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായി ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? ഇത്തരം ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് എടുത്ത ഈ ഡോസേജ് മനുഷ്യനിൽ ഏതെങ്കിലും തരത്തിലുള്ള വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട ഒരു വസ്തുതയാണ്. എങ്കിലും ഗവൺമെന്റ് ഇതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളുമാണ് നേരം വെളുക്കുമ്പോൾ അവർ ഈ ഭൂമിയിൽ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി പോകുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരം. കാരണം ഈ ഒരു പ്രായത്തിനിടയ്ക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക. ആ പറക്കമുറ്റാത്ത ഈ കുഞ്ഞു കുട്ടികളെ എല്ലാം അനാഥരാക്കിക്കൊണ്ടാണ് ഈ യുവാക്കളെല്ലാം മരണത്തിന് കീഴടങ്ങി പോകുന്നതുള്ളതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് വളരെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാരണം. കാരണം ചെറുപ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വരുന്ന പെൺകുട്ടികൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, അതിനേക്കാൾ ഉപരി ഇത് പുരുഷന്മാരിലാണ് ഏറെക്കുറെ കണ്ടുവന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ ഈ മരണം നടക്കുന്നത് പുരുഷന്മാരുടെ ഇടയിലാണെന്നുള്ളത് കൊണ്ടും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകുന്നത്? ഈ കൊറോണയ്ക്ക് എതിരെ നമ്മൾ പ്രതിരോധം നടത്തിയിട്ടുള്ള മരുന്നും അതിനുശേഷം ഉണ്ടാകുന്ന ഏതെങ്കിലും നമ്മുടെ ജീവിതക്രമവും തമ്മിൽ യോജിക്കാത്തത് കൊണ്ടാണോ ഇതുണ്ടാകുന്നത്? അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികപരമായ വൈദ്യശാസ്ത്രപരമായി ഇതിനെ പഠനം അർഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ഒരു മരണം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഈ മരണങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഈ മരണം നാളെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പേരിൽ കൂടിയായിരിക്കും.